CR. കഴിഞ്ഞ ദിവസം കോടതി പറഞ്ഞതേ ഉള്ളൂ, റോഡിൽ മനുഷ്യൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ വാഹനങ്ങൾക്ക് അവകാശമെന്ന്. അത് ഫുട്പാത്തിൻ്റെ കാര്യത്തിലാണ് പറഞ്ഞത്. സീബ്ര ക്രോസിങ്ങിൻ്റെ കാര്യത്തിലായിട്ടും അത് തന്നെയാണ് ശരി. പക്ഷേ ഇതൊന്നും ഇപ്പോൾ സുരക്ഷിതമല്ല, അതിന് പ്രത്യേക നിയമം നിർമ്മിക്കണമെന്നും കോടതി പറയുകയുണ്ടായി. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നമ്മളെ ഞെട്ടിപ്പിച്ചുകൊണ്ട് കൊല്ലം നീലേശ്വരത്ത് നിന്നിരിക്കുന്ന വാർത്ത മനസ്സിനെ മതിക്കുന്നതാണ്, പ്രക്ഷുബ്ധമാക്കുന്നതാണ് അക്ഷരാർത്ഥത്തിൽ തന്നെ. അവിടെ ബസ് കാത്തു നിന്ന പിഞ്ചു കുട്ടികൾക്ക് പോലും, പ്രഭാതത്തിന്റെ പ്രസരിപ്പായിട്ടുള്ള കുട്ടികൾക്ക് പോലും രക്ഷയില്ലാത്ത ഒരു അന്തരീക്ഷമാണ്. ടിപ്പർ ലോറിയുടെ സമയം നിജപ്പെടുത്തിയിട്ടുണ്ട്. 11 മണി കഴിഞ്ഞേ റോഡിൽ ഇറങ്ങാവൂ. അത് കൊലയാളി വണ്ടി ആയതുകൊണ്ടാണ്. കൊലയാളി വണ്ടി, വാഹനങ്ങളുടെ കാലൻ, ജീവൻ എടുക്കുന്ന കാലനായിട്ട് ഒരുപാട് സംഭവങ്ങൾ വന്നതുകൊണ്ടാണ് ഈ ടിപ്പർ ലോറിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ആ നിയമവും ലംഘിച്ചുകൊണ്ട് രാവിലെ ഏതാണ്ട് 8 മണിയോടുകൂടി വന്ന ഒരു വാഹനമാണ് കുട്ടികൾ നിൽക്കുന്നിടത്തേക്ക് വന്ന് വേറെ വണ്ടിയിൽ ഇടിച്ച് മറിഞ്ഞു വീണ് അതിൽ മണ്ണും അതുപോലെ തന്നെ മണ്ണായിരുന്നു ഉണ്ടായിരുന്നത്, മണലും പാറയും കലർന്ന മണ്ണാണ് ഉണ്ടായിരുന്നത്. അത് മറിഞ്ഞ് ആദ്യം കുട്ടികളുടെ മേൽ, അവിടെ നിന്നിരുന്ന ആൾക്കാർ, കാത്തുനിൽപ്പ് കേന്ദ്രത്തിൽ എല്ലാവരും നിൽക്കുമല്ലോ, അവരുടെ മേലേക്ക് മറിഞ്ഞു. അത് കഴിഞ്ഞ് ലോറി തന്നെ മറിഞ്ഞു. അവിടെ ഇപ്പം 3 മരണങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. അതിൽ 2 പേര് മുതിർന്നവർ, ഒരാൾ കുട്ടിയാണ്. കുട്ടി മരിച്ചിരിക്കുന്നു. ആ കുട്ടി എന്ത് പിഴച്ചു? അതുപോലെ തന്നെ 26ഓളം പേർക്ക് പരിക്കായിട്ട് പല ആശുപത്രികളിൽ. എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാൻ വയ്യ. ഇത് അടിയന്തരമായിട്ട് കേരള നിയമസഭ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്, ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ? തീർച്ചയായിട്ടും നമ്മള് ഏറ്റവും വികസിതം അല്ലെങ്കിൽ ഏറ്റവും സംസ്കരിക്കപ്പെട്ട ജനാധിപത്യ സമൂഹത്തിൽ വേണ്ടത് 3 ജനാധിപത്യങ്ങളാണെന്ന് പറയും. ഒന്ന് വീട്ടിലെ ജനാധിപത്യം, വോട്ടിലെ ജനാധിപത്യം, റോഡിലെ ജനാധിപത്യം. ഈ റോട്ടിൽ ജനാധിപത്യം നമ്മുടെ നാട്ടിലില്ല, വീട്ടിലും ഇല്ല. റോഡിൽ ജനാധിപത്യം ഇല്ല എന്നത് നമുക്കിന്ന് വളരെ വ്യക്തമാണ്. കാരണം ഏത് പരിഷ്കൃത രാജ്യത്തും സീബ്ര ലൈനും അതുപോലെ ഫുട്പാത്തും ഉണ്ടാവും. ഏത് പരിഷ്കൃത രാജ്യത്തും. ഒരു വലിയ നഗരാസൂത്രകൻ, ബ്രസീലിലെ ഒരു നഗരാസൂത്രകനുമായിട്ട് ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജനകീയാസൂത്രണത്തിനൊക്കെ മാതൃകയായ റിയോ ഡി ജനറോയിലെ അവിടുത്തെ നഗര അധ്യക്ഷനായിരുന്നു. അതുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഒരു നഗരത്തിലെ റോഡ് നല്ലതാണോ എന്നറിയണമെങ്കിൽ അവിടെ എത്ര ഫുട്പാത്തുകൾ ഉണ്ടെന്നും എത്ര സീബ്ര ക്രോസിംഗ് ഉണ്ടെന്നും നോക്കിയാൽ. ഇത് രണ്ടും ഇല്ലെങ്കിൽ, കാരണം മനുഷ്യ ജീവനാണ് പോണത്, മനുഷ്യന്റെ സമയമില്ല. ഇവിടെ നമ്മുടെ നാട്ടിൽ സീബ്ര ക്രോസിങ്ങിനൊന്നും ഒരു വിലയില്ല. സീബ്ര ക്രോസിംഗിൽ വെച്ച് ഇടിച്ചാലും ഒരു കുഴപ്പമില്ല. ഒരു പാശ്ചാത്യ രാജ്യത്ത് സീബ്ര ക്രോസിംഗിൽ വെച്ച് ഒരാളെ ഇടിച്ചാൽ അവന്റെ ലൈസൻസ് പോകും. കാരണം സീബ്ര ക്രോസിംഗ് ആളുകൾക്ക് ക്രോസ് ചെയ്യാനുള്ളതാണ്, സൈക്കിളിന് പോകാനുള്ളതാണ്, അങ്ങനെയുള്ളത്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു റോഡ് നിയമവും നമ്മൾ പാലിക്കാറില്ല. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്ന, അതായത് ഒരുതരം എന്താ പറയുക, സോഷ്യൽ ഡാർവിനിസം എന്ന് പറയും. ശേഷിയുള്ളവ അതിജീവിക്കും, അല്ലാത്ത പോവും, ശേഷിയില്ലാത്തവർ പോവും. അത് മനുഷ്യ സമൂഹത്തിന് പറഞ്ഞ സംഗതിയല്ല, ഡാർവിൻ പറഞ്ഞത് ജീവി സമൂഹത്തിന്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? റോഡിലിറങ്ങി ഏറ്റവും വലിയ വണ്ടിക്ക് ഏറ്റവും കൂടുതൽ അവകാശം, അതിനകത്ത് ചെറിയ വണ്ടിക്ക് അടുത്ത അവകാശം, അതിനകത്ത് ചെറിയ വണ്ടിക്ക് അടുത്ത അവകാശം, സൈക്കിളിനാകുമ്പോൾ ഏറ്റവും കുറഞ്ഞ അവകാശം വാഹനങ്ങളിൽ, കാൽനടക്കാരന് ഒരു അവകാശവും റോഡിലില്ല. ഇങ്ങനെയാണ് നമ്മുടെ റോഡ് ഗതി. ഇത് നിയന്ത്രിക്കാൻ ഇവിടെ നിയമങ്ങൾ ഇല്ലാണ്ടല്ല, നിയമങ്ങളുണ്ട്. ഇപ്പോ ഞാൻ കണക്കാക്കുന്നത് ഏറ്റവും ജനാധിപത്യവാദിയായ ഒരാളാണ് ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ CP ജോൺ. വലിയ എനിക്ക് ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ അദ്ദേഹം ഇതൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് നമുക്കിപ്പോ പറയാനുള്ളത്. ഇപ്പൊ ടിപ്പർ ലോറിയുടെ കാര്യം, ടിപ്പർ ലോറിക്ക് പോകാൻ സമയമുണ്ട്. എന്തുകൊണ്ടാണ് ടിപ്പർ ലോറിക്കും ഈ ഇതുപോലെയുള്ള കരിങ്കല്ലും മണ്ണും മണലും കൊണ്ടുപോകുന്ന ലോറികൾക്ക് സമയം നിശ്ചയിച്ചത്? 2 കാരണങ്ങളുണ്ട്. ഒന്ന്, അവ ഹെവിയാണ്. പിന്നെ അവർ മത്സര ഓട്ടമാണ്. ഇപ്പൊ ഒരു വണ്ടി മണ്ണെടുക്കാൻ ഒരു ദിവസം 4 ട്രിപ്പ് മണ്ണെടുക്കുന്നതിന് ഒരു ട്രിപ്പും കൂടി മണ്ണോ മണലോ എടുത്താൽ അവർക്ക് അത്രയും പൈസ കൂടുതൽ കിട്ടും. അപ്പൊ വേഗത്തിൽ എത്തിച്ചത് അൺലോഡ് ചെയ്ത് വീണ്ടും വരിക എന്നത് വളരെ പ്രധാനമാണ്. ഇവർ വളരെ ഹെവി ആയതുകൊണ്ട് മറ്റൊരു വാഹനം ഇവരുടെ അടുത്തുകൂടി പോയി ഇവരുടെ കാറ്റേറ്റാൽ സൈക്കിളൊക്കെ തെറിച്ചു പോകും. അതുകൊണ്ടാണ് ഇവർക്ക് കർശനമായ നിയന്ത്രണം നമ്മുടെ റോഡിൽ ഇത്ര സമയത്ത് ഓടാൻ പാടുള്ളൂ. പ്രത്യേകിച്ചും രാവിലെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന സമയം, സ്കൂൾ ബസ് ഓടുന്ന സമയം, ആളുകൾ ജോലിക്ക് പോകുന്ന സമയം, ഏറ്റവും റഷുള്ള ഒരു സമയമാണ്. ഒരു 8 മുതൽ 11 വരെ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഒരു ടിപ്പർ പോകാൻ പാടില്ല. പക്ഷെ എങ്ങനെ ഈ ടിപ്പർ പോടെ പോയി? ഇവിടെ ഇപ്പൊ നീലീശ്വരത്ത്, കൊട്ടാരക്കര നീലീശ്വരത്ത് നമ്മൾ കണ്ട അപകടം എന്ന് പറഞ്ഞാൽ അതിദാരുണമായ അപകടമാണ്. അതിദാരുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാലത്ത് സ്കൂളിലേക്ക് കുട്ടികൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്.
ആളുകൾ ജോലിക്ക് പോകാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. ആളുകളുടെ മേത്തേക്കാണ് ഇത് മണ്ണ് കൊണ്ട് തട്ടിയത്. ഒരു മണ്ണ് തട്ടി അതിന്റെ മീതെ വണ്ടി വന്ന് വീണു. അപ്പൊ മാത്രമല്ല അതൊരു ഇറക്കമാണെന്നാണ് പറയുന്നത് ഈ കാഴ്ച കണ്ടു നിന്നവർ. നല്ല സ്പീഡിലായി വരണേ. ഒരു ഇറക്കത്ത് ബസ് സ്റ്റോപ്പിനടുത്തൊക്കെ ഇത്ര സ്പീഡിൽ വണ്ടി പോകാൻ ഇവർക്ക് ആരാ അനുവാദം കൊടുത്തത്? ആരാ അവരുടെ സ്പീഡ് മോണിറ്റർ ചെയ്യാണ്? പണ്ട് നമുക്കറിയാം സ്പീഡ് മോണിറ്ററിംഗ് വന്നപ്പോൾ ഇവിടെ വലിയ ബഹളായിരുന്നു. ലോറികൾക്ക് സ്പീഡ് മോണിറ്ററിംഗ് ഉണ്ട്, അതൊന്നും പറ്റില്ല, ഞങ്ങൾക്ക് ട്രിപ്പ് എടുക്കാനുള്ളതാണ്, വേഗം പോകാനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ അർത്ഥത്തിൽ റോഡിൽ ജീവൻ പൊലിയുന്നു. കേരളത്തിൽ ക്യാൻസറോ ഹൃദ്രോഗമോ ഒന്നുമല്ല ആളുകൾ കൂടുതൽ മരിക്കുന്നത്, റോഡ് ആക്സിഡന്റില്ല. അല്ലെങ്കിൽ അംഗവൈകല്യം വരുന്നത് റോഡ് ആക്സിഡന്റില്ല, മറ്റു രോഗം വരുന്നേക്കാൾ കൂടുതലുണ്ട്. ഒരു ജീവിതശൈലി രോഗം. ചിലർ പറയും ജീവിതശൈലി രോഗം പെടുന്നു. ഇത് യഥാർത്ഥത്തിൽ കാരണം നമ്മുടെ ജീവിതശൈലിയുടെ ഒരു രോഗമാണ്. ആളുകൾ പറയും റോഡ് നല്ലതല്ലാത്തതുകൊണ്ട്. റോഡ് നല്ലതല്ലാത്ത പ്രശ്നങ്ങളുണ്ട്, ഞാൻ ഇല്ലാന്ന് പറഞ്ഞില്ല. പക്ഷേ റോഡ് നല്ലതല്ലെങ്കിൽ അതിനനുസരിച്ച് സ്ലോയിൽ ഓടിക്കണമെന്നേ, അതല്ലേ വേണ്ടേ? റോഡ് നല്ലതല്ലെങ്കിൽ നിങ്ങൾ റോഡ് നല്ലതല്ല. ഇപ്പൊ സ്കൂട്ടർ കുഴിയിൽ വീണ് വണ്ടിയുടെ മുമ്പിലേക്ക് വീണ് മരിച്ച കുറെ ആളുകളെ നമുക്ക് എറണാകുളത്ത് അറിയാം. അത് റോഡിന്റെ ഒരു കുഴപ്പമുണ്ട്, സ്കൂട്ടറിന് ചെല്ലാൻ പറ്റില്ല, വലിയ വാഹനങ്ങൾ ഓടി വരും. പക്ഷേ അവിടെയും റോഡ് നിയമങ്ങൾ വളരെ കൃത്യമാണ്. അത് പാലിക്കാൻ പോലീസുകാർ തയ്യാറുണ്ടോ? അത് നോക്കാൻ തയ്യാറുണ്ടോ? തയ്യാറില്ല എന്ന് മാത്രമല്ല, വലിയ അഴിമതി ഈ മേഖലയിൽ നടക്കുന്നുണ്ട്. നമ്മളത് കാണാതിരുന്നുകൂടാ. ഈ വണ്ടികൾ, പ്രത്യേകിച്ചും പ്രൈവറ്റ് വണ്ടികൾ, ഇപ്പൊ കൊച്ചിയിൽ എനിക്കറിയാം പ്രൈവറ്റ് ബസ് എന്ത് തരത്തിലാണ് കൊച്ചിയിൽ പ്രൈവറ്റ് ബസ് ഓടിക്കണമെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോ കാക്കനാട് താമസിക്കുന്ന ഒരാളാണ്. ഞങ്ങളുടെ അവിടെ എറണാകുളത്ത് നിന്ന് കാക്കനാട് വരുന്ന വണ്ടിയൊക്കെ അവിടെ എന്റെ ജംഗ്ഷൻ ഉണ്ട്, എൻജിഒ ക്വാർട്ടേഴ്സ് എന്ന ജംഗ്ഷന്റെ പേര്. അവിടെ കുറെ ചെറുപ്പക്കാർ എന്ത് ചെയ്യുന്ന വെച്ചാൽ നിന്നിട്ട് വണ്ടി നിർത്തും, എന്നിട്ട് അവർക്ക് ചൂട് ചായ കൊടുക്കും. ഈ ചായ കുടിച്ചിട്ട് പോയാൽ മതി പറഞ്ഞാൽ ഇവര് കത്തിച്ചു പോകണേ. ഈ ചായ കുടിച്ചിട്ട് നീ പോയാൽ മതി, ഇത്തിരി ബഹളം ഉണ്ടാക്കല്ലേ. ബസ്സുകാർ പറയുന്ന ഒരു പ്രശ്നമുണ്ട്, അവരുടെ ടൈമിങ് 1 മിനിറ്റ് 2 മിനിറ്റ് ആണ് ഒരു സ്റ്റോപ്പിൽ ടൈമിങ്. അപ്പൊ ബ്ലോക്ക് വരും. ബ്ലോക്ക് വന്നാൽ ഇവർക്ക് ആ സമയത്തിന് എത്താൻ പറ്റില്ല. അപ്പൊ ഒരു മാരകമായി ഓടിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ ഓടിക്കുന്നത്, ഇല്ലെങ്കിൽ പിന്നിലത്തെ ബസ്സുകാരും തല്ലും. ഓക്കെ, ശരിക്കും ഇവിടെ കേരളത്തിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ മരണപ്പാച്ചിൽ തന്നെയാണ്. മരണ വണ്ടികളാണ് നമ്മുടെ നിരത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരു സായിപ്പ് കേരളത്തിലെ ട്രാഫിക് കണ്ടിട്ട് എൻ്റെ പൊന്നെ എനിക്ക് ഈ നിരത്തിൽ കൂടെ ഓടിക്കാൻ ധൈര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ശാസ്ത്രീയമായിട്ട് നാറ്റ്പാക്ക് നടത്തിയൊരു പഠനമുണ്ട് കേരളത്തിലെ റോഡ് അപകടങ്ങളെക്കുറിച്ച്. അവർ കണ്ടിരിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ റോഡ് അപകടങ്ങൾ നടക്കുന്നത് ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള കാലഘട്ടത്തിലാണ്. കാരണം കേരളത്തിൽ കൂടുതൽ ഏറ്റവും ഉത്സവങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടവും അതാണ്. അപകടങ്ങളുടെ ഉത്സവകാലം എന്നുള്ള ആ പേരത്ര അന്വർത്ഥമാണോ എന്ന് എനിക്കറിയില്ല, എന്നാണ് അവരതിന് പേരിട്ടിരിക്കുന്നത്. അതെന്തുമായിക്കോട്ടെ. പക്ഷേ നമ്മുടെ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് ഒരു വർഷം നമ്മുടെ റോഡുകളിൽ സീബ്ര ക്രോസിങ്ങുകളിൽ കടക്കുന്ന ആളുകൾ റോഡ് കുറുക്ക ഇന്നും ഉണ്ടായിട്ടുണ്ടൊരു സംഭവം. കേരളത്തിൽ തന്നെ കോട്ടയത്ത് ചിങ്ങവനത്താണ് അത് ഉണ്ടായിരിക്കുന്നത്, വീട്ടമ്മ മരിച്ചിരിക്കുന്നു. അപ്പം ഇങ്ങനെ മരണങ്ങളുടെ ഒരു സംഖ്യ ഒരു വർഷം എടുക്കുമ്പോൾ ഏതാണ്ട് 5000-ലധികം മരണങ്ങൾ പതിവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിന് ഒരു അറുതിയില്ലേ? ആരാണിത് ശ്രദ്ധിക്കുന്നത്? ആരും ശ്രദ്ധിക്കുന്നില്ല. ഇത് മരിച്ചു പോകട്ടെ, മനുഷ്യന്റെ ജീവന് വിലയില്ല. 3 നാവികർ മരിച്ചപ്പോൾ അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്ന് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം പറഞ്ഞു. ഇവിടെ 5000 പേര് മരിക്കുമ്പോൾ ഒരു സംസ്ഥാനത്തിന് അതിൽ ശ്രദ്ധ വേണ്ടതല്ലേ? സംസ്ഥാനത്തിന്റെ ആണല്ലോ ട്രാൻസ്പോർട്ട് വകുപ്പ്. തീർച്ചയായിട്ടും റോഡും ട്രാൻസ്പോർട്ടും ഒക്കെ സംസ്ഥാനത്തിന്റെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, ഈ ട്രാഫിക് നിയമങ്ങൾ പാലിക്കാൻ ബാധ്യതയുണ്ട് വണ്ടി ഓടിക്കുന്നവർക്ക് എന്നത് നമുക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. അതാണ് കാര്യം. അത് ഒരു പരിഷ്കൃത സമൂഹം എന്ന് പറഞ്ഞാൽ നിയമവാഴ്ചയുള്ള സമൂഹം എന്നല്ലേ നമ്മൾ പറയാം. നിയമമുണ്ട്, ആളുകൾക്ക് നിയമത്തെ പേടിയുണ്ട്, ജനങ്ങൾക്ക് നിയമത്തെ പേടിയുണ്ട്. ജനങ്ങൾ നിയമം അനുസരിക്കാൻ പേടി മാത്രമല്ല, ബാധ്യത, ഒരു സിവിക് സെൻസും ഉണ്ട്. എനിക്ക് നിയമം അനുസരിച്ച് റോഡിന്റെ ഇന്ന സൈഡിൽ കൂടി പോകണം, ഇത്ര സ്പീഡിൽ പോകണം, ഒരു സിവിക് സെൻസും കൂടിയാണ്. പക്ഷെ ആ സിവിക് സെൻസ് നമുക്ക് വണ്ടിയുടെ കാര്യത്തിൽ ഇല്ല, ഒരിക്കലും ഇല്ല. എനിക്ക് മാത്രം പോകാനുള്ളതാണ് റോഡ് എന്ന് എല്ലാവരും വിചാരിക്കുകയാണ്. ഒരു ദിവസം നടക്കുന്ന നിയമലംഘനങ്ങൾ നമുക്കതിനൊക്കെ ന്യായം പറയാന്നേ. പക്ഷെ ഈ മരിച്ചുപോയ കുടുംബത്തിന് ജീവിതത്തിൽ ഒരിക്കലും കിടക്കപ്പായെന്ന് എണിക്കാൻ പറ്റാത്ത രൂപതരത്തിൽ, അല്ലെങ്കിൽ കൈ പോയവർ, കാല് പോയവർ, അവരെ കണ്ണുപോയവരും ഒക്കെ ഇല്ലേ നമ്മുടെ നാട്ടിൽ? അവരോട് നമ്മൾ എന്ത് സമാധാനം പറയാ? അവരോടൊരു സമാധാനവും പറയാനില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം റോഡ് നല്ല റോഡായതുകൊണ്ട് മാത്രം കാര്യമില്ല. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പൊ കേരളത്തിൽ ഹൈവേ നല്ല റോഡായ അവിടെ കൂടുതൽ അപകടം ഉണ്ടാവും. അതിന് കാരണം എന്താ വെച്ചാൽ, ഈ പറഞ്ഞ മാതിരി ഹൈവേ സ്പീഡ് ഉണ്ടെങ്കിലും പല സൗകര്യങ്ങളും ഇല്ല, ബസ് ബേ ഉണ്ടാവില്ല. ഇപ്പൊ എടപ്പള്ളി മണ്ണുത്തിലെ ഞാൻ വിശദമായി പഠിച്ച ഒരാളാണ്. അവിടെ ബസ് ബേ ഇല്ല. നമ്മൾ ടോൾ കൊടുത്ത് പോകണ്ടല്ലോ പാലിയേക്കര. പല സ്ഥലത്തും ബസ് ബേ ഇല്ല. ബസ് ബേ ഇല്ലാണ്ട് വരുമ്പോ എന്ത് പറ്റും? ഫുട്പാത്ത് ഇല്ല, ബസ് ബേ ഇല്ല. അപ്പൊ എന്ത് പറ്റും വെച്ചാൽ ഇവര് സൈഡിൽ മെയിൻ റോഡിൽ കൊണ്ട് നിർത്തും. ആളുകൾ
അപ്പുറത്തുള്ള ആളുകൾ ഓടി ഇപ്പുറത്തേക്ക് വരും. അപ്പൊ വണ്ടി സ്പീഡിലല്ലേ വരണേ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോ വണ്ടി കൊണ്ട് നിർത്തുക ഒരു സൈഡിൽ, വണ്ടി നിർത്തി കഴിഞ്ഞാൽ റോഡിന്റെ അപ്പുറത്തുള്ള ഒരു ഇപ്പുറത്തേക്ക് കിടക്കും. പക്ഷേ ഹൈവേ ക്രോസ് ചെയ്തായി വരണേ. 80 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ് പോകാൻ വിധിക്കപ്പെട്ട ഹൈവേ ആണ്. അപ്പൊ അങ്ങനെ നിർത്താൻ പറ്റുമോ? ബസ് ബേ ഇല്ല, മര്യാദക്ക് മീഡിയൻ ഇല്ല. പല സ്ഥലത്തും നമുക്ക് ഇപ്പൊ യൂട്ടേൺ എടുക്കണം. യൂട്ടേൺ എടുക്കണമെങ്കിൽ അതിന് വേറൊരു ലൈൻ വേണം. ഇപ്പൊ അങ്ങനെയില്ല. നിൽക്കുന്ന ലൈനിൽ തന്നെ യൂട്ടേൺ എടുക്കണേ. നിൽക്കുന്ന ലൈനിൽ യൂട്ടേൺ എടുത്താൽ പിന്നിലുള്ള വണ്ടികൾ എന്ത് ചെയ്യണം? ഇടിക്കുമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ ട്രാഫിക് പരിഷ്കരണങ്ങൾ പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുക, ബ്ലോക്ക് മാറ്റാൻ വേണ്ടി വണ്ടി വഴി തിരിച്ചു വിടും. വഴി തിരിച്ചു വിട്ടാൽ കൂടുതൽ വണ്ടി ഓടാന്നല്ലാതെ ബ്ലോക്ക് ഒന്നും മാറില്ല. ഇവിടെ അല്ലാതെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് കേരള ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് RTO കേന്ദ്രീകരിച്ചുള്ള അഴിമതി. ഞാൻ സാറിനോടൊരു കാര്യം പറയാം. അതായത് സാറും ദൂരദർശനിലെ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്, സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ട്. സ്റ്റുഡിയോയിൽ ഇതുപോലെ വന്നപ്പോൾ കേരള റോഡ് ട്രാൻസ്പോർട്ടിന്റെ കമ്മീഷണർ, അല്ല അതിന്റെ മുകളിലാണ്, അതിന് മുകളിൽ സംസ്ഥാന റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ മന്ത്രിയുടെ തൊട്ട് കീഴിൽ വരുന്ന വകുപ്പിലുള്ള ആളാണ് അദ്ദേഹം. വന്നപ്പോൾ ഈ അവിടുത്തെ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാൾ വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു ലൈസൻസ് വേണമായിരുന്നു. എന്താ പേരും അഡ്രസ്സും തരും, ഫോട്ടോയും തരും. പിറ്റേ ആഴ്ച അദ്ദേഹത്തിന് ഒരു സ്കൂട്ടർ ഓടിക്കാൻ പോലും അറിയത്തില്ല. ഹെവി വെഹിക്കിൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളുടെ ലൈസൻസ് അയച്ചു കൊടുത്തിരിക്കുക. ഇതുപോലെ അഴിമതിയും അതുപോലെ തന്നെ സ്വാധീനവും ഒക്കെ കൊണ്ട് ലൈസൻസ് നേടിയ പലരും ഇന്ന് വണ്ടി ഓടിക്കും. നല്ല മിടുക്കന്മാരായിട്ടുള്ള ഡ്രൈവർമാരുണ്ട്, അവരെ കാണാതല്ലേ, അവർ ജീവൻ രക്ഷിച്ചിട്ടുമുണ്ട്. പക്ഷെ ജീവൻ ഇങ്ങനെ ഒരു വിലയും കൊടുക്കാതെ കൊല്ലുന്ന കൊലയാളികളായിട്ടുള്ള ഡ്രൈവർമാർ ഉണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരിക്കണം ഇവിടെ ഈ കുട്ടികൾ നിൽക്കുന്ന സമയത്ത് അമിത വേഗത്തിൽ ഓടിപ്പിച്ചുകൊണ്ട് പോയി ഈ അപകടത്തിന് ഇതുപോലെ ഒരുപാട് പേരുണ്ട്. ഇവര് കർശനമായി ശിക്ഷിക്കപ്പെടണം എന്നുള്ള ഒരു തീരുമാനം അങ്ങയുടെ സുഹൃത്തു കൂടിയായ CP ജോൺ എടുക്കേണ്ട, നമ്മുടെ എല്ലാം സുഹൃത്തായ CP ജോൺ എടുക്കേണ്ട ഒരാവശ്യമുണ്ട്. പുതിയ മന്ത്രിസഭയ്ക്ക് എടുക്കാൻ കഴിയുന്നത് ഇതൊരു കണ്ണു തുറപ്പിക്കണം അവരുടെ, തീർച്ചയായിട്ടും കണ്ണു തുറപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിപ്പോ ശരിക്കും പറഞ്ഞ എൻ്റെ ഒരു സജഷൻ ഞാൻ പറയുകയാണ്. ഈ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിന് മുമ്പ് ഈ ഡ്രൈവർ പദവിക്ക് വേണ്ടിയിട്ട് മത്സര പരീക്ഷ എഴുതുകയും അതുപോലെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുകയും ചെയ്യുന്ന ആൾക്കാരെ അങ്ങ് പറഞ്ഞതുപോലെ എല്ലാ മെഡിക്കൽ കോളേജിലെയും കാഷ്വാലിറ്റി വാർഡ് ഒന്ന് കാണിക്കണം. കയ്യും കാലും മറ്റ് കിടന്ന് നിലവിളിക്കുന്ന ആൾക്കാരെ അത് മനസ്സിലൊരു ചിത്രമായിട്ടുണ്ടെങ്കിൽ ഈ അവൻ്റെ കാലും അതുപോലെ കൈയും ശരിയായ വിധത്തിൽ നിയന്ത്രിക്കപ്പെടും. അതുപോലെ തന്നെ മരണപ്പാച്ചിലാവാതെ മരണം ഉണ്ടാക്കുന്ന ഡ്രൈവിംഗ് അല്ലാതെ അത് മാറും. അങ്ങേക്ക് എന്ത് തോന്നുന്നു? ആ ഒരു സജഷൻ. തീർച്ചയായിട്ടും കേരളത്തിലെ ട്രാഫിക് സംവിധാനം അടിയന്തരമായി പരിഷ്കരിക്കേണ്ടത്. അല്ലെങ്കിൽ എന്ത് ഞാൻ പറഞ്ഞു, എനിക്ക് ഡ്രൈവിംഗിൽ ഇന്റർനാഷണൽ ലൈസൻസ് ഉണ്ടായിരുന്ന ഒരാളാണ്. അത് ശരി. ഇന്ത്യക്ക് പുറത്ത് യൂറോപ്പിലും ഗൾഫ് രാജ്യങ്ങളിലും വണ്ടി ഓടിച്ചിരുന്ന ഒരാളാണ്. ദൈവം സഹായിച്ച് കേരളത്തിൽ ഞാൻ വണ്ടി ഓടിക്കില്ല, ഇന്ത്യയിൽ ഞാൻ വണ്ടി ഓടിക്കില്ല. ഞാൻ വണ്ടി തൊട്ടിട്ടില്ല. ഞാൻ എന്റെ സുഹൃത്തുക്കളോട് എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല എന്ന് പറയും. അപ്പൊ എന്റെ സുഹൃത്തുക്കൾ പുറത്തൊക്കെ വന്നിട്ട്, ഞാൻ മൾട്ടിനാഷണൽ കമ്പനി ജോലി ചെയ്തിട്ടുള്ള ആളാണ് ചെറുപ്പത്തിൽ. അന്ന് എനിക്ക് ഞാൻ ഡ്രൈവിംഗ്. അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ ഓടിക്കാൻ പറ്റാത്ത? ഇവിടെ യാതൊരു നിയമങ്ങളും നമ്മൾ പാലിക്കുന്നില്ല, നമുക്ക് ഉറപ്പാണ്. റൂൾസ് ആർ ഒബ്സർവ്ഡ് ഇൻ ദെയർ വയലേഷൻസ്, ബ്രീച്ച്. അപ്പൊ എന്ത് പറ്റുന്ന വെച്ചാൽ, ഇത് ഈ പറഞ്ഞ പോലെ അഴിമതിയുടെ ഒരു വലിയ ശൃംഖലയാണ്. ഇല്ല, ഇപ്പൊ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ സിനിമ ഉണ്ടല്ലോ, പൃഥ്വിരാജും നമ്മുടെ സിറാജ് വഞ്ഞാറമൂടും കൂടി അഭിനയിച്ച സുരാജ്. അപ്പൊ ആ സിനിമയിൽ പറയുന്നുണ്ടല്ലോ, ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്ന ഭയങ്കരമായി വണ്ടി ഓടിക്കുന്ന പൃഥ്വിരാജിന് പോലും ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാൻ മടിക്കുന്നു എന്നൊക്കെയുള്ള അതിന്റെ സിസ്റ്റത്തിലെ തകരാറുകളൊക്കെ ഉണ്ട്. പക്ഷെ പ്രശ്നം എന്താ? പ്രശ്നം അങ്ങനെ വണ്ടി ഓടിച്ച് അപകടം പറ്റിയാൽ അയാളുടെ ലൈസൻസ് പിന്നെ ഉണ്ടാവരുത്. അതാണ് ഒരു കാര്യം കൂടിയുണ്ട് കേരളത്തിൽ, മദ്യവും മയക്കുമരുന്നും. നമ്മുടെ ഡ്രൈവർമാരിൽ, പ്രത്യേകിച്ചും യങ് ഡ്രൈവർമാരിൽ ദൗർഭാഗ്യവശാൽ വിരോധാഭാസം എന്ന് പറയട്ടെ, ഇപ്പൊ മദ്യം സുലഭമാക്കാനുള്ള ഒരു വകുപ്പാണ് ഇപ്പൊ മദ്യം സുലഭമാക്കൽ എല്ലാവരുടെയും നയാണ്. എല്ലാവർക്കും മദ്യം ധാരാളം കൊടുത്ത് അതിന്റെ കാശ് മേടിച്ച് അതിന്റെ അകത്തെ കാശും പുറത്തെ കാശും കിട്ടുമല്ലോ, രണ്ടും കിട്ടുമല്ലോ. നമുക്ക് വേറൊരു വിഷയമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ തീർച്ചയായിട്ടും മദ്യവും മയക്കുമരുന്നും കേരളത്തിലെ ഡ്രൈവിങ്ങിനെ വലിയ കുഴപ്പത്തിലാക്കുന്നുണ്ട്, നിയമലംഘനങ്ങൾ കുഴപ്പത്തിലാക്കുന്നുണ്ട്. മദ്യപിച്ച ഒരാളുടെ ലൈസൻസ് പിടിച്ചാൽ അയാൾ ആരായാലും ശരി, അയാൾ മന്ത്രി ആയാലും ശരി, ഗവർണർ ആയാലും ശരി, അയാൾ PA ആയാലും ശരി, അവരുടെ ലൈസൻസ് റദ്ദാവണം. അതുപോലെ അപകടം ഉണ്ടായാൽ അവരുടെ ലൈസൻസ് റദ്ദാക്കണം. കാരണം ഓവർ സ്പീഡാണ്. ഇത് ഓവർ സ്പീഡ് ഒന്നും അപകടമാണ്, എല്ലാവരും പറയുന്നുണ്ട്. മാത്രമല്ല, ഈ ആളുകൾ ബസ് സ്റ്റോപ്പിനടുത്തൊക്കെ വന്നിട്ട് ഇത്ര സ്പീഡിൽ എങ്ങനെ വണ്ടി പോകണമെന്ന് ആരാ അയാളോട് പറഞ്ഞ ഇങ്ങനെ വണ്ടി ഓടിക്കാൻ? ഇങ്ങനെയാണ് വണ്ടി ഓടിക്കണ്ടേ?
അപ്പൊ നമ്മുടെ മുമ്പിൽ ഒന്നും ഇല്ലാന്ന് വെച്ചാൽ നമ്മളങ്ങ് ഓടിക്കുക. അതെ. എന്നിട്ട് പിന്നെ ബാക്കിയുള്ളവർ പറ്റിയ കുഴപ്പമില്ല. ഒരു തരം ട്രാഫിക് ഗുണ്ടായിസം. ഗുണ്ടായിസം. അതുകൊണ്ടാണ് ഉം. ഈ എനിക്ക് മാത്രം പോകാനുള്ളതാണ് റോഡ്, ഉം. ഈ റോഡിൽ ഞാനല്ലാതെ മറ്റാരുണ്ട് ഉം. എന്ന് ചോദിച്ചു മറ്റാരുണ്ട് ആ, ആ എന്ന് ചോദ്യം. ചോദിച്ചു പോകുന്ന ആ. ആളുകളോട് നോക്കാനും പറയാൻ പറയാനും ചോദിക്കാൻ ആളില്ല. അവർക്ക് സ്വാധീനങ്ങളുണ്ട്, ആ. അവർക്ക് പണമുണ്ട്. ഉം. അതുകൊണ്ട് എന്ത് പറ്റും? ഉം. അവർക്ക് നിയമം ബാധകാവില്ല. പക്ഷെ റോഡിൽ ഒരു കുഴപ്പം, ഉം. ഒരാൾ നിയമം തെറ്റിച്ചാൽ ഉം. ബാക്കി എല്ലാവരും നിയമം പാലിച്ചിട്ട് കാര്യമില്ല. ഉം. കാരണം ഇപ്പൊ റോഡിന്റെ ഇടതുവശത്ത് കൂടി പോകേണ്ടവൻ വലതുവശത്ത് കൂടി പോയാൽ ഉം. ബാക്കിയുള്ളവരൊക്കെ നിയമം പാലിച്ചാൽ ഒന്ന് ഇടിക്കൂലേ ഉള്ളൂ. തീർച്ചയായിട്ടും. അപ്പൊ മറ്റവന് നിയമം ലംഘിക്കേണ്ടി വരും. ഉം. അങ്ങനെയാണ് നമ്മുടെ അവിടെ സംഭവിക്കുന്നത്. പ്രത്യേകിച്ചും സ്ത്രീകളൊക്കെ ഓടിക്കാൻ വല്ലാതെ പേടിക്കുന്നുണ്ട്. ആ. എറണാകുളത്തൊക്കെ എനിക്കറിയാം. ആ. അവരൊന്നും പലരും എടുക്കുന്നില്ല പേടിച്ചിട്ട്. കാരണം ഈ ബസ്സുകളും മറ്റു വാഹനങ്ങളും, വലിയ വാഹനങ്ങൾ വന്ന് അവരെ സമ്മർദ്ദത്തിലാക്കും, അവരെ ഒതുക്കും എന്ന് പറയും. ഒതുക്കുക ഗുണ്ടായിസം കാണിക്കുക, ഗുണ്ടായിസം ഉച്ചത്തിൽ ഓൺ അടിക്കുക, ഓണടിക്കുക. ടെൻഷൻ. ഓണിന്റെ കാര്യം കൂടി പ്രത്യേകം പറയണം. പറഞ്ഞു. നമ്മൾ വിദേശത്ത് പോയിട്ട്, ഞാൻ വിദേശത്ത് കുറെ രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്. ഉം. ഒരു ഹോൺ ശബ്ദം നമ്മൾ കേൾക്കില്ല രാജേന്ദ്ര. പൊല്യൂഷൻ ആണ്. ഒരു ഹോൺ ശബ്ദം കേൾക്കില്ല. ഉം. ഇവിടെയാണെങ്കിൽ ഹോൺ കേൾക്കാതെ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. ഉം. എല്ലാ വണ്ടി ഹോൺ അടിച്ചോണ്ടിരിക്കുക. ഉം. ഞാൻ പലപ്പോഴും ചില ഡ്രൈവർമാരോട് ചോദിക്കും, നിങ്ങൾ എന്തിനാ ഹോൺ അടിച്ചത്? ഉം. അല്ല, അതൊരു ശീലമായി പോയി സാർ. അതാണ്, മുമ്പിൽ വണ്ടി ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും അടിക്കും. ഒരു നാട്ടുകാരുടെ മുഴുവൻ ചെവി സാഡിസ്റ്റിക്. തകർക്കുന്ന തരത്തിൽ. അപ്പൊ ഈ ഹോൺ അടിക്കുന്ന സംവിധാനം, ഇതിനൊക്കെ നിയന്ത്രണം ഉണ്ടായില്ലെങ്കിൽ ഉം. കേരളത്തില് ഇനിയും മരണം കൂടും. ഉം. കുട്ടികളും വലിയവരും എല്ലാവരും മരിക്കും. ഉം. അത് അപകടം കൂടും. ആ. അത് നിയന്ത്രിക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നും അവസാനിപ്പിക്കാൻ നമുക്ക്, ജെൻസിയെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാനുള്ള വ്യവസ്ഥത ഉണ്ടാകണം. റോഡിൽ ഒരൊറ്റ മരണവും ഉണ്ടാവരുത്. റോഡ് മൂലം റോഡ് മൂലം ഉണ്ടാവും.